നമ്മളിന്നിവിടെ ഒരു തക്കാളി കൊണ്ട് രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാനൊരു മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില വേണം, ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, 1 ടീസ്പൂൺ കുരുമുളക് വേണം, 1/2 ടീസ്പൂൺ ജീരകം. നമുക്ക് ആദ്യം തന്നെ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. തക്കാളി അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി അരച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് തക്കാളി അരച്ച് കൊണ്ടുവരാം. നമ്മളിവിടെ തക്കാളി നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുരുമുളക് ഒന്ന് പൊടിച്ചെടുക്കാം, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മുടെ കുരുമുളക് ഇവിടെ ഒരുവിധം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ജീരകം ഒന്ന് ചതച്ചെടുക്കണം. ജീരകം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി 4 കഷ്ണം വെളുത്തുള്ളിയാണ് എടുത്തേക്കണേ. ഒരുവിധം വലിയ വെളുത്തുള്ളിയാണ്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇവിടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ചതച്ചാൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം സ്റ്റൗ കത്തിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നമുക്ക് ഈ തക്കാളി ഒന്ന് നമുക്ക് അരിച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. നമ്മൾ തക്കാളി പീരി നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. അധികം മൂത്ത് പോകണ്ട, പതുക്കെ മൂത്താൽ മതി. വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ജീരകം ചേർക്കാം. ചതച്ച ശേഷം ജീരകം, അതിനുശേഷം കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളകൊക്കെ ഒന്ന് പതുക്കെ ചതച്ചെടുത്താൽ മതി, കൂടുതൽ പൊടിഞ്ഞു പോകണ്ട. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കായത്തിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കുറച്ച് കായം ചേർക്കുന്നുണ്ട്. അരച്ചെടുത്ത തക്കാളി പ്യൂരി ഇതിലേക്ക് ഒഴിക്കാം.
പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ രസം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിയില ചേർക്കണം. നമ്മുടെ രസം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയില ചേർക്കാം. നമ്മുടെ രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു രസമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചോറിൻ്റെ എല്ലാം കൂടെ കൂട്ടാൻ നല്ല രസമാണിത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു.